അണ്ണൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത, നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ കഴിവുകൾ അണ്ണനുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫെറി ഞങ്ങൾക്ക് മിസ്സായി. താങ്ക് യു. നമ്മൾ തിരിച്ചു പോവുകയാണല്ലേ ചേട്ടാ. ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ, വേറെ ഓപ്ഷൻ ഇല്ല. മച്ചു ഹായ് മച്ചൂസ്, ഞാനിന്ന് ഒരു കല്യാണം കൂടാൻ വേണ്ടി പോണേണ്. കല്യാണം കൂടാനല്ല, കല്യാണത്തിന് പണിയെടുക്കാൻ വേണ്ടി പോണേണ്. കാറ്ററിംഗ് വർക്കിന് പോണേണ്. എൻ്റെ കൂടെ അഗിയും അനുഷിലാണ് ഉള്ളത്. ഈ ബോട്ടിൽ കയറി അക്കരെ ചെല്ലണം നമുക്ക്, അവിടെയാണ് വർക്ക് ഉള്ളത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് ബസ്സിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. പക്ഷേ ബസ് എടുത്ത് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ സ്പോട്ടിലെത്തി. 11 മണിക്കാണ് നമ്മളോട് വരാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സൂപ്പർവൈസർ മിസ്റ്റർ അബു പറഞ്ഞെത്തി. പുള്ളി കുറച്ച് കുമ്മിട്ടിങ്ങ പൈനാപ്പിളൊക്കെ ആയിട്ടാണ് വന്നത്. ഫ്രൂട്ട്സ് അരിഞ്ഞ് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ആദ്യം കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഇതിന് പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുനുകുനാന്നരിയണം, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും അതിൽ നിന്നൊരു പീസ് എടുത്ത് ഞാൻ ഷില്ലെടുത്തോട്ട് ചെന്നിട്ടാ. ഒരു കൊതിയനാണ്. അഗി മനുഷ്യല് ഇവിടെ പ്ലേറ്റ് വൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാനോ മറപ്പം കൂടി. അപ്പോഴേക്കും നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഏകദേശം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. അഗി ഇപ്പൊ അത് ഫോയിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടാ. ഇവിടെ ഞങ്ങളിതേ പൊറോട്ടയും ചിക്കനുമാണ് ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത്. എൻ്റെ ഇത്രോ നാളത്തെ കാറ്ററിംഗ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉച്ചക്ക് പൊറോട്ടയും ചിക്കനും ഫുഡായിട്ട് തന്നെ കേട്ടാ. അപ്പം ഞങ്ങൾ ഇവിടെ കഥയൊക്കെ പറഞ്ഞിരുന്ന് പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മറ്റേ കസേരനെയൊക്കെ ഉടുപ്പിടിക്കാനുള്ള ടൈമായി. അപ്പോൾ ഞങ്ങളിത് അത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് ഇപ്പോൾ ഒരു കല്യാണ വൈബൊക്കെ തോന്നണില്ലേ മൊത്തത്തിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ കൗണ്ടർ അടിച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കി. അപ്പോഴായിരുന്നു മെയിൻ സൂപ്പർവൈസറുടെ എൻട്രി. ഇവനാണ് എന്നെ വർക്കിന് വിളിച്ച എൻ്റെ മച്ചു. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റിയിരിക്കും കാര്യം പറിച്ചത്. അത് കഴിഞ്ഞ് നമ്മളിതേ ഇവിടെ പഞ്ചസാര ലായനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജ്യൂസിന് മധുരം കൂട്ടാൻ വേണ്ടി പഞ്ചസാര ലായനി ഒഴിച്ച് പിന്നെ കുറച്ച് പൈനാപ്പിൾ ഇട്ട് ആദ്യത്തെ ജ്യൂസ് നമ്മൾ ഉദ്ഘാടനം കഴിച്ചിട്ടാ. ചുറ്റിനുണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്ത്, കൂട്ടത്തിലാക്കിക്കും കൊടുത്തൊരു ഗ്ലാസ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്ന് ഞങ്ങൾക്ക് യൂണിഫോം തന്നു, ഒരു മഞ്ഞ ബനിയൻ. ഇപ്പൊ ഞങ്ങളെല്ലാവരും മഞ്ഞപ്പട കേട്ടാ. വൈകുന്നേരം ആയപ്പോഴേക്കും ആൾക്കാരൊക്കെ പയ്യെ വന്നു തുടങ്ങി. നമ്മളിതേ ഇപ്പൊ ജ്യൂസ് എല്ലാവർക്കും കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. നമ്മൾ പൈനാപ്പിളിൽ തന്നെയാണ് ജ്യൂസ് അടിച്ചു തുടങ്ങിയതായത് തന്നെ. പൈനാപ്പിൾ വെച്ചതിന് ശേഷം ഞങ്ങൾ പയ്യെ കുമ്മട്ടിയും വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്ത്. പിന്നെ ആൾക്കാരങ്ങോട്ട് ഇടിച്ച് കയറണേന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരക്കൊക്കെ ഒഴിഞ്ഞ് സമയമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡും തീർന്ന് ജ്യൂസും തീർന്ന്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഫെറിക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. നമ്മൾ തിരിച്ചു പോവുകയാണല്ലേ. ഞങ്ങൾക്ക് ബസ് കിട്ടുമെന്ന് ഭയങ്കര സംശയമായിരുന്നു. കാരണം ഞങ്ങൾ ഒന്നാമത് വൈകിയാണ് ഇറങ്ങിയത്. അതുകൂടാണ്ട് ഇന്ന് സൺഡേ ആയിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ബസ് കിട്ടി. ബസ് കിട്ടിയ സന്തോഷത്തിനും വണ്ടിയുടെ ഉള്ളിൽ ആരും ഇല്ലാത്ത ധൈര്യത്തിലും ഞാൻ ഇവിടെ കിടന്ന് അർമാദിച്ചോണ്ടിരിക്കുകയാണ്. ബസ്സിലെ കണ്ടക്ടറേട്ടനാണെങ്കിൽ എന്റെ ഡാൻസ് കണ്ടിട്ട് പുള്ളി ഫ്രണ്ടിലിരുന്ന് ഡാൻസ് കളിക്കായിരുന്നു. പുള്ളി ഒടുക്കത്തെ സപ്പോർട്ടായിരുന്നു. കളിച്ചോ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അർമാദിക്കൽ അധികം നേരത്തോട്ടുണ്ടായിരുന്നില്ല. ഈ പാട്ടിലെ സീൻ പോലെ തന്നെ വലിയൊരു ടാസ്ക് ഈ പാട്ടിന് ശേഷം ഞങ്ങളെ കാത്തിരിക്കേണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ലാസ്റ്റ് ഫെറി ഞങ്ങൾക്ക് മിസ്സായി. കാറ്ററിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ വൈകിപ്പോയി. അവസാനം ഞങ്ങൾ നടന്ന് വീട്ടിൽ പോകാൻ തീരുമാനിച്ച്. അഗി പോയിട്ടൊരു 4 ലേസ് ഒരു കുപ്പി വെള്ളവും കുറച്ച് സിപ്പും മേടിച്ചിട്ട് വന്ന്. അഗിയുടെ മനസ്സിൽ ആ പ്ലാൻ നേരത്തെ ഉദിച്ചിട്ടുണ്ടായി. ഞങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ നടന്ന് വീട്ടിൽ പോവാ, അല്ലെങ്കിൽ ചാടി നീന്താ. ചാടി നീന്തണ റിസ്ക് എലമെന്റ് ആയതുകൊണ്ട് ഞങ്ങൾ നടന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു 20 കിലോമീറ്ററോളം നടക്കാനുണ്ടേ. ആ നേരത്തായിരുന്നു പെട്ടെന്ന് ചേട്ടൻ വിളിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞങ്ങളൊരു 6-7 കിലോമീറ്റർ നടന്നപ്പോഴേക്കും ചേട്ടനും സായം കൂടി വണ്ടിക്ക് വന്ന്. ചേട്ടാ ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ, വേറെ ഓപ്ഷൻ ഇല്ല. മച്ചു ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ കൊടുങ്ങല്ലൂര് പടാകുളം ജംഗ്ഷനിലുള്ള നമ്മുടെ പ്ലാനറ്റിലോട്ടായിരുന്നു. അവിടെ പോയി ഇത്രോ നേരം നടന്ന ക്ഷീണം മൊത്തം നമ്മൾ ചായ തീർത്ത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോണേന്. പോണ വഴി നമ്മൾ അനുഷിലിനെ വീട്ടിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് അഗ്ഗിനെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോണേന്. അപ്പോൾ ഇതേപോലത്തെ തിരിവ് വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.